ഹലോ ഡിയേഴ്സ്, ഡൈനോസറുകളുടെ വിസ്മയ ലോകം പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. ഇതിന്റെ ആദ്യ ഭാഗം എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലാത്തൊരു പാർട്ട് 1 ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതൊന്ന് കണ്ടേക്കണേ. പാർട്ട് 1 അവസാനം ഒരു ഭീമൻ ഡൈനോസറും മുട്ട വിരിഞ്ഞ് നിൽക്കുന്ന കുഞ്ഞുങ്ങളെയായിരുന്നു നമ്മൾ ലാസ്റ്റ് കണ്ടു നിർത്തിയത്. ഇപ്പൊ കണ്ട മുട്ട മാത്രമല്ല കേട്ടോ, നമ്മൾ നടന്നു പോകുന്ന വഴിക്കൊക്കെ ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള മുട്ടകളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ അടുക്കി വെച്ചേക്കുന്നത് കാണാം. ഓക്കെ, അപ്പൊ നമ്മുടെ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കാം. ഇതൊന്ന് കണ്ടു നോക്കിയേ. പഴയ ഒരു അംബാസഡർക്കാരനെയും ഡൈനോസറിന്റെ രൂപത്തെയും ചേർത്തൊരുക്കിയ ഒരു അത്ഭുതകരമായ ഒരു ഡിസൈനാണ്. നോക്കിക്കേ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇവിടെ വന്ന് നമ്മളെ മാത്രമല്ല, നമ്മളെപ്പോലുള്ള എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കാനായിട്ട് ഈ ഒരു കാറും ഡൈനോസറിന്റെയും രൂപത്തിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഇതിന്റെ താഴെ നിന്ന് നമുക്ക് കാറിനകത്തേക്ക് പോകാനുള്ളൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അവർ. ഈ ഒരൊറ്റ ഏരിയയിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള 3 ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നേ. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ട് എൻജോയ് ചെയ്ത് നിൽക്കുമ്പോൾ സത്യം പറഞ്ഞ വേസ്റ്റ് തിങ്സ് കൊണ്ട് ഇത് നിർമ്മിച്ചതാണെന്നുള്ള കാര്യമേ നമ്മൾ മറന്നുപോകും. കാറിന്റെ തൊട്ടടുത്തുള്ള ഡൈനോസർ ആണ് ഇത് സ്റ്റീഗോസോറസ് മാതൃകയിൽ നിർമ്മിച്ചൊരു ഭീമൻ ഡൈനോസർ ആണ്. മറ്റുള്ള ഡൈനോസറിനെ പോലെയല്ല, ഇതിന്റെ പുറത്ത് ഇങ്ങനെ നിരനിരയായിട്ട് പ്ലേറ്റുകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന കാണാം കേട്ടോ. ഇത് അടുത്ത് നോക്കിയേ, ഇതിനെ ഒറ്റ നോട്ടത്തിൽ കാണാൻ നമ്മുടെ നാട്ടിലൊക്കെ നെയ്തേക്കുന്ന പോലെ ഇല്ലേ? അത് തന്നെയാണ് ഈ ഡൈനോസർ ശില്പത്തിന്റെ പ്രത്യേകത. അങ്ങനെ അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് റെസ്റ്റ് എടുക്കാനായിട്ടുള്ള ഒരു ഏരിയ കിട്ടിയായിരുന്നേ. അതെ, ഇവിടെ ഒരു ചെറിയൊരു ചെറുതല്ല, അത്യാവശ്യം വലിപ്പമുള്ളൊരു മുട്ട ഇരിക്കുന്നുണ്ട്. ഇനി കാണുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ഗ്രീൻ കളറിലൊരുക്കിയ ഒരു ഡൈനോസർ ശില്പമാണ്. അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു വലിയൊരു ഡൈനോസർ ആണ്. അത് നിർമ്മിച്ചിരിക്കുന്ന നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുമായിരുന്നു. പഴയ ഇരുമ്പ് പൈപ്പും മെറ്റൽ ഡ്രിങ്ക്സും അതുപോലെ മറ്റ് സ്ക്രാപ്പ് ഐറ്റംസ് എല്ലാം നമുക്കിങ്ങനെ വ്യക്തമായിട്ട് കാണാൻ പറ്റിയായിരുന്നു. അടുത്തായിട്ട് നോക്കിയാൽ പരസ്പരം ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന 2 ഡൈനോസേഴ്സിനെ ഇങ്ങനെ കാണാം. നല്ല, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പേടി വരും. അത്യാവശ്യം ദേഷ്യത്തോടെ ഇരിക്കുന്ന 2 ഡൈനോസേഴ്സ് ആണ്. ഈ ഡൈനോസറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ശരീരത്തിനുള്ളിലൂടെ കുട്ടികൾക്ക് നടന്നിങ്ങനെ വരാനും അവസാന കുട്ടികൾക്ക് ഈ ഒരു സ്ലൈഡിലൂടെ ഇറങ്ങി വരാനുള്ള സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. ഇത് നോക്കി, അടുത്തത് ഒരു സ്ലൈഡ് തന്നെയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡൈനോസറിന്റെ വാൽ തന്നെയാണ് സ്ലൈഡ് ആക്കി വെച്ചിരിക്കുന്നത്. അത്യാവശ്യം ലെങ്തിലുള്ള ഒരു സ്ലൈഡ് ആയിരുന്നു ഇത്. അടുത്ത് എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയത്, ആക്സിഡന്റ് ആയിട്ട് കിടന്ന ഒരു കാറിന്റെ മുകളിൽ 2 ഡൈനോസേഴ്സ് ഇങ്ങനെ നിൽക്കുന്ന ഒരു മോഡലാണ്. പക്ഷേ നമ്മൾ പെട്ടെന്ന് ഇത് കാണുമ്പോൾ ഫിലിമിലൊക്കെ ഇങ്ങനെ കാണുന്ന പോലെ 2 ഡൈനോസേഴ്സ് ഇങ്ങനെ കാറിനെ ആക്രമിച്ച് അതിന്റെ മേലെ ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നും. പിന്നെ അപ്പുറത്തായിട്ടൊക്കെ 2-3 കുട്ടി ഡൈനോസേഴ്സും 3-4 വലിയ ഡൈനോസേഴ്സും ഉണ്ടായിരുന്നു. അവരെയൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല. അത്യാവശ്യം ഇരുട്ടായിരുന്നു. നല്ല നിറച്ചും മരങ്ങളുള്ളത് കൊണ്ട് അത്യാവശ്യം ഇരുട്ടുണ്ട്. അത്യാവശ്യം ഇരുട്ടെന്നല്ല, നമുക്ക് വീഡിയോ അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. നടന്നെടുത്ത് ചെന്നപ്പോൾ വീണ്ടും ഒരു അക്രമകാരി ഒരു കാറ് കീഴടക്കി വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. മുമ്പേ നമ്മൾ കണ്ട പോലെ തന്നെ ഒരു ആക്സിഡന്റ് ആയിട്ടുള്ള വേറൊരു കാർ കൂടിയാണിത്. കളറിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതിനെ നോക്കുമ്പോൾ നമുക്ക് ആദ്യം ഒട്ടകത്തിനെ പോലെ തോന്നുന്നുണ്ടല്ലേ? പക്ഷെ ഇത് ലോങ് നെക്ക് ഡൈനോസറിന്റെ ഒരു മോഡലായിരുന്നേ. നോക്കിയേ, അതിന്റെ കാല് കണ്ടില്ലേ? ഇതെല്ലാം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഉള്ള കുഞ്ഞു കുഞ്ഞു കടകളായിരുന്നേ. ഇത് അടുത്തൊരു വെറൈറ്റി കൂടെ. അവസാനമായിട്ട് ഒരു ഡൈനോസറിന്റെ സ്കെലറ്റൻ തീമായിട്ടുള്ള ഒരു പ്ലേ ഏരിയ ആയിരുന്നു. കുട്ടികൾക്ക് അത്യാവശ്യം കളിക്കാനായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഇത്. അത്യാവശ്യം നല്ല ചൂടുള്ള ടൈമിലായിരുന്നു കേട്ടോ ഞങ്ങൾ യാത്ര പോയത്. പക്ഷെ ഈ മരങ്ങളെല്ലാം ഇങ്ങനെ കാട് പോലെ നിൽക്കുന്നത് കൊണ്ട് ഇതിന്റെ അകത്ത് ഞങ്ങൾക്ക് അത്ര ചൂട് അനുഭവപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഡൈനോസറുകളുടെ അത്ഭുത ലോകം നിങ്ങൾക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.